ക്രൈസ്തവ മതം കുറേ തത്വങ്ങളിലുള്ള വിശ്വാസമല്ല, മറിച്ചൊരു വ്യക്തിയോടുള്ള ബന്ധമാണ്. തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പ്രിയപ്പെട്ടവരെ, ഈശോയെ ഏകരക്ഷകനാണെന്ന് പ്രഖ്യാപിക്കുവാനും പ്രഘോഷിക്കാനും നമുക്ക് ധൈര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ളൊരു ചോദ്യം. ഈശോ മിശിഹായിൽ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. നമുക്ക് ഈ ക്രിസ്മസ് വളരെ സവിശേഷമായൊരു ക്രിസ്മസാണ്. കാരണം നമ്മുടെ കർത്താവിൻ്റെ മനുഷ്യാവതാരത്തിൻ്റെ ജൂബിലി വർഷത്തിലെ ക്രിസ്മസാണ്. നമ്മളെല്ലാവരും വലിയ ഹൃദയ നവീകരണത്തോടു കൂടി ഈ ക്രിസ്മസിൽ നമ്മുടെ കർത്താവിൻ്റെ വരവിൻ്റെ സദ്വാർത്ത ആഘോഷിക്കുകയാണ്. എല്ലാവർക്കും സ്നേഹപൂർവ്വം ക്രിസ്മസിൻ്റെയും ഈ ജൂബിലിയുടെയും എല്ലാം മംഗളങ്ങൾ നേരുന്നു. നമുക്ക് നടപടി പുസ്തകം 4-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യവും 11-12 വാക്യങ്ങൾ വായിച്ചു കേൾക്കാം. പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ മൂലക്കല്ലായി തീർന്ന കല്ലാണ് ഈശോ. പണിക്കാരായ നിങ്ങൾ തള്ളിക്കളഞ്ഞ മൂലക്കല്ലായി തീർന്ന കല്ലാണ് ഈശോ. മറ്റാരിലും രക്ഷയില്ല. കാരണം നാം രക്ഷിക്കപ്പെടേണ്ടതിന് ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. ഒരേ ഒരു നാമം മാത്രമേ ഉള്ളൂ രക്ഷയ്ക്കായി നൽകപ്പെട്ടിട്ടുള്ളൂ. അത് ഈശോ എന്ന നാമമാണ്. ഈ കഴിഞ്ഞ മാസം വത്തിക്കാനിലെ വിശ്വാസ തിരുസംഘം പരിശുദ്ധ അമ്മയെ സഹരക്ഷക എന്ന് വിളിക്കരുത്, സർവ കൃപകളുടെയും മധ്യസ്ഥ എന്ന് വിളിക്കരുത്, മറിച്ച് വിശ്വാസികളുടെ മാതാവ് എന്ന് മാത്രമേ വിളിക്കാവൂ എന്ന് പറഞ്ഞ് ഒരു രേഖ പുറപ്പെടുവിക്കുകയുണ്ടായി. അത് നമ്മുടെ വിശ്വാസത്തെ കുറച്ചുകൂടി മൂർച്ചയുള്ളതാക്കുവാൻ, നമ്മൾ എന്തിലാണ് വിശ്വസിക്കുന്നത്, ആരിലാണ് വിശ്വസിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മളെ പഠിപ്പിക്കാനായിട്ട് നൽകപ്പെട്ട ഒരു രേഖയാണ്. അത് പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയെ ഒരു തരത്തിലും ഇകഴ്ത്തിക്കാട്ടുന്ന ഒരു രേഖയായിരുന്നില്ല, മറിച്ച് ഈശോയാണ് ഏകരക്ഷകനെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു രേഖയാണ്. നമുക്ക് അറിയാം, ഈ കഴിഞ്ഞ വർഷങ്ങളിൽ, പ്രത്യേകിച്ച് കഴിഞ്ഞ ഒരു 25-30 വർഷങ്ങളായിട്ടൊക്കെ നമുക്കത് വളരെ കൃത്യമായിട്ട് കാണാം. നമ്മുടെ പല രാജ്യങ്ങളിൽ നിന്നും മറിയത്തെ സഹരക്ഷക എന്ന് വിളിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചില നീക്കങ്ങളും മുന്നേറ്റങ്ങളും ഉണ്ടായിരുന്നു. അതിൽ വളരെ പ്രശസ്തരായ വ്യക്തികൾ ഉൾപ്പെടെയുള്ളവർ നമ്മളോട് എല്ലാവരോടും ഈ ഒരു ക്യാമ്പയിനിൽ പങ്കുചേരണം, പരിശുദ്ധ പിതാവിനോട് അപേക്ഷിക്കണം, മറിയത്തെ സഹരക്ഷക എന്ന് വിളിക്കാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള നീക്കങ്ങൾ ഉണ്ടായിരുന്നു. ആ നീക്കങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പരിശുദ്ധ പിതാവിന് വേണ്ടി അപ്പസ്തോലിക തിരുസംഘം ഇപ്രകാരം ഒരു കൃത്യത വരുത്തിയത്. നമ്മൾ വിശ്വസിക്കുന്നത് ഈശോ എന്ന ഏകരക്ഷകനിലാണ്. പരിശുദ്ധ അമ്മ ആരാണ്? പരിശുദ്ധ അമ്മ വിശ്വാസികളുടെ അമ്മയാണ്. അവൾ കൃപകളുടെ മധ്യസ്ഥയല്ല, മറിച്ച് കൃപ സ്വീകരിച്ച് കൃപ ജീവിച്ച് നമുക്ക് മാതൃകയായി നമ്മുടെ കർത്താവിൻ്റെ അമ്മയായി തീർന്ന വ്യക്തിയാണ്. എന്ന് പറയുമ്പോൾ ഈശോ ഏകരക്ഷകനാണ് എന്ന വിശ്വാസത്തിൽ ആഴപ്പെടാൻ സഭ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ് ഈ ഒരു രേഖയിലൂടെ. എനിക്ക് തോന്നുന്നു ഈ ജൂബിലി വർഷത്തിലെ ക്രിസ്മസിൽ വളരെ പ്രസക്തമായ ഒരു ചിന്തയാണിത്. കാരണം നമ്മൾ രക്ഷകന്റെ വരവിനെയാണ് ആഘോഷിക്കുന്നത്. നമ്മളുടെ രക്ഷകൻ ആരാണ്? ഈശോ മിശിഹ എന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ക്രൈസ്തവ മതം കുറേ തത്വങ്ങളിലുള്ള വിശ്വാസമല്ല, മറിച്ചൊരു വ്യക്തിയോടുള്ള ബന്ധമാണ്. അത് കുറേ സിദ്ധാന്തങ്ങളല്ല ക്രൈസ്തവ മതം എന്ന് പറയുന്നത്. അതൊരു വ്യക്തിയോടുള്ള ബന്ധമാണ്. ഈശോ മിശിഹ എന്ന വ്യക്തിയോടുള്ള ബന്ധം. ആ വ്യക്തിയോടുള്ള ബന്ധത്തിൽ ആഴപ്പെടുമ്പോൾ നമുക്ക് ശക്തിയായിട്ട് മാറുന്നത് ഈ വചനമാണ്. മറ്റാരിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടേണ്ടതിന് ആകാശത്തിൻ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല ഈശോ എന്ന നാമമല്ലാതെ. നമുക്ക് ആ ഒരു വിശ്വാസം ഉണർവോടെ പ്രഘോഷിക്കാനുള്ള ധൈര്യമുണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ വിശ്വസിക്കുന്നത് ഈശോ മിശിഹായിലാണെന്നും ഈശോ മിശിഹ ഏകരക്ഷകനാണെന്ന്
എല്ലാവരോടും പറയാനുള്ള ഒരു ധൈര്യമുണ്ടാവുക. അതാണ് ഏറ്റവും പ്രധാനം. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പുത്രനെ നൽകി പിതാവ് സ്നേഹിക്കുകയാണ് ഈ ലോകത്തെ, മനുഷ്യകുലത്തെ. അത്രമാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ ഈ ഏകരക്ഷകനായ ഈശോ മിശിഹായിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അതുകൊണ്ട് ഈശോ മിശിഹായോട് ബന്ധമുള്ളവൻ ദൈവപിതാവിനോട് ബന്ധമുള്ളവനാണ്. ഈശോ മിശിഹായോട് ഐക്യപ്പെടുന്നവൻ പിതാവിനെ ആരാധിക്കുന്നവനാണ്. പുത്രനോട് ചേർന്ന് നമ്മൾ ദൈവപിതാവിന് അർപ്പിക്കുന്ന ആരാധനയാണല്ലോ നമ്മുടെ പരിശുദ്ധ കുർബാനയും നമ്മുടെ ആരാധന കർമ്മങ്ങളുമെല്ലാം. പുത്രനോട് ചേർന്ന്, പുത്രനായ മിശിഹായോട് ചേർന്ന് പിതാവായ ദൈവത്തിന് നമ്മൾ അർപ്പിക്കുന്ന ആരാധന. പ്രിയപ്പെട്ടവരെ, ഈശോയെ ഏകരക്ഷകനാണെന്ന് പ്രഖ്യാപിക്കുവാനും പ്രഘോഷിക്കാനും നമുക്ക് ധൈര്യമുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ളൊരു ചോദ്യം. നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളോ, നമ്മുടെ ഇടയിൽ ജനസംഖ്യ കുറയുന്നതോ, അല്ലെങ്കിൽ വിശ്വാസം ത്യജിക്കുന്ന കുറേ മനുഷ്യരോ ഒന്നുമല്ല. വിശ്വാസമുള്ളവർക്ക് ആ വിശ്വാസം പ്രഘോഷിക്കാൻ ധൈര്യമില്ലാതാകുന്നു എന്നുള്ളതാണ്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൽ മറ്റു മതങ്ങളൊക്കെ ധൈര്യപൂർവ്വം അവരുടെ വിശ്വാസവും അവരുടെ സ്വത്വബോധവും എല്ലാം ആവേശത്തോടെ പ്രഘോഷിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ക്രിസ്ത്യാനി സ്വന്തം വിശ്വാസം പ്രഘോഷിക്കാൻ ലജ്ജയുള്ളവനായിട്ട് മാറുന്നു. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. അഭിമാനപൂർവ്വം ഞാൻ ഈശോ മിശിഹായിലാണ് വിശ്വസിക്കുന്നത്, അവനാണ് എൻ്റെ ഏകരക്ഷകൻ, അവനിലല്ലാതെ മറ്റൊരു വ്യക്തിയിലും രക്ഷയില്ല എന്ന് പറയാനുള്ള ധൈര്യം നമുക്ക് ചോർന്നുപോയി. ഭീരുക്കളായിപ്പോയി, വിശ്വാസ പ്രഘോഷണത്തിന് ഭീരുക്കളായിപ്പോയി നമ്മൾ. അതുകൊണ്ടാണ് നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിലൊക്കെ നമ്മൾ ചുരുങ്ങി ചുരുങ്ങി ഒരു ചെറിയ സമൂഹമായിട്ട് മാറുന്നത്. ഈ ക്രിസ്മസിൽ നമ്മൾ വീണ്ടും രക്ഷകനെ ആഘോഷിക്കുമ്പോൾ നമുക്കത് കേവലം ബാഹ്യമായ ചില ആഘോഷങ്ങളിലേക്ക് ഒതുക്കാം. നമുക്ക് ആഘോഷമായിട്ട് നമ്മുടെ നിരത്തുകളിലൂടെ ക്രിസ്മസ് റാലികളൊക്കെ നടത്താം. നമുക്ക് ക്രിസ്മസിന് പുൽക്കൂടുകൾ ഉണ്ടാക്കാം, ക്രിസ്മസ് ട്രീകൾ ഉണ്ടാക്കാം, ക്രിസ്മസ് പപ്പായെ നമുക്ക് മനോഹരമായിട്ട് അവതരിപ്പിക്കാം. പക്ഷേ ജനസമൂഹത്തിൻ്റെ മുമ്പിൽ ഈശോ മിശിഹാ ഏകരക്ഷകനാണെന്ന് പ്രഖ്യാപിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? അതാണ് നമ്മുടെ മുമ്പിലുള്ളൊരു ചോദ്യം. ആ ധൈര്യമുള്ള 10 പേരുണ്ടെങ്കിൽ മതി, 1,00,000 പേരെ സ്വാധീനിക്കാൻ നമുക്ക് സാധിക്കുകയാണ്. ഈശോ മിശിഹാ ഏകരക്ഷകനാണെന്ന് പ്രഘോഷിക്കപ്പെട്ട ഇടങ്ങളിലെല്ലാം, അവിടെയെല്ലാം കർത്താവിനെ ആരാധിക്കുന്നവരുടെ സമൂഹം വളർന്നിട്ടുണ്ട്. പക്ഷേ ഈശോ മിശിഹായെ ഏകരക്ഷകനായി പ്രഘോഷിക്കാൻ ലജ്ജിക്കുന്നവരുടെ ഇടങ്ങളിൽ ക്രൈസ്തവ സമൂഹം ഒരു പ്രത്യയ ശാസ്ത്രമായിട്ട് മാറി, അതൊരു സാമൂഹിക സംഘടനയായിട്ട് മാറി, അതൊരു സാമൂഹിക പ്രവർത്തനമായിട്ട് മാറി, അത് എല്ലാവരെയും സ്നേഹിക്കാനുള്ള ഒരു ആഹ്വാനം മാത്രമായിട്ട് മാറി. ഈശോയെ ഏകരക്ഷകനായി സ്വീകരിക്കുമ്പോൾ മാത്രമാണ് നമ്മളൊരു ആരാധനാ സമൂഹമായിട്ട് രൂപപ്പെടുന്നത്. ഈശോ എൻ്റെ ഏകരക്ഷകനാണെന്ന് പറയുന്നു. പക്ഷേ ഏതു തരത്തിലുള്ള രക്ഷയാണ് ഞാൻ തേടുന്നത് എന്നുള്ളതിനെ കൂടി ആശ്രയിച്ചിരിക്കും നമ്മളുടെ രക്ഷകനെ തേടിയുള്ള നമ്മുടെ യാത്ര. സാമ്പത്തിക പരാധീനതകളിൽ കഴിയുന്നവർക്ക് സാമ്പത്തികമായ ഒരു ഔന്നത്യം ലഭിക്കുക എന്ന് പറയുന്നത്, സമൃദ്ധി ലഭിക്കുക എന്ന് പറയുന്നതാണ് അവനെ സംബന്ധിച്ച രക്ഷ. കടബാധ്യതയുള്ളവർക്ക് ലോട്ടറി അടിക്കുക എന്ന് പറയുന്നത് വലിയൊരു രക്ഷയാണ്. രക്ഷപ്പെട്ടു എന്ന് പറയും. നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ഇപ്പോൾ വിദേശത്തേക്ക് പോകാനായിട്ട് ഒരു വിസ വന്നു കഴിയുമ്പോൾ ആദ്യം പറയുന്നത് ദൈവമേ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ചില സുഖ സൗകര്യങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ അതിനെ രക്ഷയായിട്ട് കരുതുന്നവരുണ്ട്. സുഖമായിട്ട് ജീവിക്കാനുള്ള കൃപ ലഭിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ സുഖമായിട്ട് ജീവിക്കാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വരുമ്പോൾ അതാണ് രക്ഷ എന്ന് തെറ്റിദ്ധരിക്കുന്നവരുണ്ട്. പക്ഷേ നമ്മുടെ കർത്താവ് തരുന്ന രക്ഷ ഇതിൻ്റെയൊക്കെ അപ്പുറത്താണ്. നിങ്ങൾ ഓർക്കണം, സുവിശേഷങ്ങളിൽ കർത്താവ് രോഗങ്ങളിൽ നിന്ന് അനേകരെ സുഖപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് അവരോട് പറയുന്നത് നിങ്ങൾ ഇതിനെക്കുറിച്ച് ആരോടും പറയരുത് എന്നാണ്. കാരണം എന്താ? കേവലം രോഗങ്ങളെ സുഖപ്പെടുത്തുന്നവൻ എന്ന രീതിയിലല്ല ഞാൻ അറിയപ്പെടേണ്ടത്. പിന്നെയോ കുരിശിൽ മരിച്ച്, നിങ്ങളോടുള്ള സ്നേഹത്തെ പ്രതി കുരിശിൽ മരിച്ച് നിങ്ങളുടെ രക്ഷ സാധ്യമാക്കിയവൻ എന്നാണ് ഞാൻ അറിയപ്പെടേണ്ടത്. നിങ്ങളുടെ രോഗങ്ങൾ സുഖമാക്കിയവനെന്നോ, നിങ്ങളുടെ കടബാധ്യതകൾ അകറ്റിയവനെന്നോ,
നിങ്ങൾക്ക് വലിയ ലൗകികമായ സൗഭാഗ്യങ്ങൾ തന്നവനെന്നോ അല്ല നസറായക്കാരൻ ഈശോ അറിയപ്പെടേണ്ടത്. മറിച്ച് നിന്നോടുള്ള അഗാധമായ സ്നേഹത്തെ പ്രതി മനുഷ്യനായി അവതരിച്ച് നിന്റെ പാപങ്ങളെല്ലാം ഏറ്റ് യാഗമായി, കുരിശിൽ യാഗമായി മാറി നിന്നോടുള്ള സ്നേഹം നിരന്തരമായിട്ട് പ്രകടിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ നിന്റെ നാവിലലിയുന്ന കുഞ്ഞപ്പമായി ഇന്നും കടന്നു വരുന്നവൻ എന്ന നിലയിലാണ് ഈശോ അറിയപ്പെടേണ്ടത്. അതുകൊണ്ടാണ് കേവലം ഒരു രോഗസൗഖ്യം നൽകുന്നവൻ്റെ ആ തലത്തിലേക്ക് അവിടുന്ന് ചുരുക്കപ്പെടാനായിട്ട് ആഗ്രഹിച്ചില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമുക്ക് തരുന്ന രക്ഷ എന്താണ്? പാപമോചനമാണ്, പാപങ്ങളിൽ നിന്നുള്ള മോചനമാണ്, പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്നുള്ള മോചനമാണ്. നമ്മളെല്ലാവരും പാപത്തിൻ്റെ അടിമത്തത്തിലാണ്. എത്രമാത്രം ആഗ്രഹിച്ചാലും ആ പാപ ജീവിതത്തിൽ നിന്ന് പുറത്തു കിടക്കാനായിട്ട് സാധിക്കുന്നില്ല. ഇരുട്ടിൻ്റെ ലോകം നമ്മളെ കീഴടക്കുന്നു. അവിടെ ഈശോയുമായിട്ട് ഐക്യപ്പെടുമ്പോൾ അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും പ്രകാശത്തിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ്. ഈശോയുമായിട്ട് ഐക്യപ്പെടുമ്പോൾ പ്രകാശത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുകയാണ്. അവിടുന്ന് നമുക്ക് രക്ഷ നൽകുകയാണ്, പാപത്തെ പ്രതിരോധിക്കാനുള്ള രക്ഷ. ആ പാപ ജീവിതത്തിന് അടിപ്പെടാതെ കർത്താവിന് പ്രീതികരമായ ജീവിതം നയിക്കാനുള്ള ഒരു ധൈര്യമായിട്ട് മാറുകയാണ്. അതുകൊണ്ടാണ് ഈശോ മിശിഹായിൽ വിശ്വസിച്ച് അവിടുത്തെ രക്ഷകനായിട്ട് ഏറ്റുപറയുമ്പോൾ പാപതഴക്കങ്ങളെ പ്രതിരോധിക്കാനായിട്ട് നമുക്ക് കരുത്ത് ലഭിക്കുന്നു. നമ്മൾ കർത്താവിൻ്റെ വിശുദ്ധിയിലേക്ക് നമ്മൾ ഓരോരുത്തരും ഉയർത്തപ്പെടുകയാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള രക്ഷ. യഥാർത്ഥത്തിലുള്ള രക്ഷ നിത്യരക്ഷയാണ്, നിത്യജീവനാണ്, അവനോടൊപ്പമുള്ള ജീവനാണ്. അതുകൊണ്ടാണ് വിശ്വസിക്കുന്നവന് ശിക്ഷാവിധിയില്ല, അവനോട് ഐക്യപ്പെട്ട് ജീവിക്കുന്നവന് ശിക്ഷാവിധിയില്ല. അവനെന്നും ജീവിക്കുകയാണ്. അവൻ മരണത്തിൽ നിന്നെല്ലാം വിമോചിക്കപ്പെട്ടു, അവൻ നിത്യമായിട്ട് ജീവിക്കുകയാണ്. നിത്യജീവനാണ് യഥാർത്ഥത്തിലുള്ള രക്ഷ. ആ രക്ഷ നൽകാനാണ് ഈശോ പുൽക്കൂട്ടിൽ അവതരിച്ചത്. നമ്മൾ ഈ സാമ്പത്തിക സമൃദ്ധിയുടെ ഒരു സുവിശേഷം പ്രഘോഷിച്ച് ഈശോയെ നമ്മുടെ ലൗകികമായ ജീവിതത്തിലെ പ്രശ്നങ്ങളുടെ പരിഹാരമായി മാത്രം കാണുന്നു. തീർച്ചയായിട്ടും അവിടുന്ന് ഈ ലോക ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. നമ്മുടെ രോഗങ്ങൾ സുഖപ്പെടുത്താൻ അവിടുത്തേക്ക് മാത്രമേ സാധിക്കൂ. നമ്മളെ സാമ്പത്തിക പരാധീനതകളിൽ നിന്ന് വിമോചിപ്പിക്കാൻ അവിടുത്തേക്ക് സാധിക്കും. നമുക്ക് ദുഃഖങ്ങളുടെ ഒരു ജീവിതത്തിൽ നിന്ന് പ്രത്യാശയുടെ ജീവിതത്തിലേക്ക് നയിക്കാൻ അവിടുത്തേക്ക് സാധിക്കും. ഇതെല്ലാം വാസ്തവമാകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ കരുതേണ്ടത് നിത്യജീവനാണ്. അത് സ്വർഗപ്രാപ്തിയാണ്. സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. നമ്മൾ ഈ രക്ഷയുടെ സുവിശേഷമൊക്കെ നിരന്തരമായിട്ട് ജീവിക്കുമ്പോൾ നമ്മുടെ മുമ്പിലൊരു ചോദ്യം, സ്വർഗത്തിൽ പോകുന്നതാണ് ഞങ്ങളുടെ ജീവിത ലക്ഷ്യമെന്ന് നമ്മുടെ എത്ര മക്കൾ പറയും? നമ്മളവരെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു കാര്യം, കുഞ്ഞുനാൾ മുതൽ നമ്മളവരെ പറഞ്ഞു പഠിപ്പിക്കേണ്ട ഒരു കാര്യം, ജീവിതത്തിൻ്റെ ലക്ഷ്യം വിദേശത്ത് പോകലോ, എഞ്ചിനീയർ ആകലോ, ഡോക്ടറാകലോ, കച്ചവടക്കാരനാകലോ ഒന്നുമല്ല. അതെല്ലാം മാർഗങ്ങളാണ്. ജീവിതത്തിൻ്റെ ലക്ഷ്യം സ്വർഗപ്രാപ്തിയാണ്. സ്വർഗമാണ് എൻ്റെ ലക്ഷ്യം. ആ സ്വർഗത്തിലേക്ക് നയിക്കാൻ സാധിക്കുന്ന വ്യക്തിയാണ് യഥാർത്ഥ രക്ഷകൻ. അതാരാണ്? ഈശോ മിശിഹ. അതുകൊണ്ടാണ് ഈശോ മിശിഹായിലല്ലാതെ മറ്റാരിലും രക്ഷയില്ലെന്ന് പത്രോസ് അപ്പസ്തോലൻ ധൈര്യപൂർവ്വം സാക്ഷ്യപ്പെടുത്തുന്നത്. നമുക്ക് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഈ ഒരു ചിന്ത കൊടുക്കണം. മോനെ, യഥാർത്ഥ രക്ഷയെന്ന് പറയുന്നത് സ്വർഗത്തിൽ പോകുന്നതാണ്. സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മൾ ഈശോയുമായി ഐക്യപ്പെട്ട് ജീവിക്കണം. ഈശോയുമായി ഐക്യപ്പെട്ട് ജീവിക്കുമ്പോൾ നിനക്ക് നഷ്ടങ്ങളൊന്നും ഉണ്ടാകുന്നില്ല. പല ചെറുപ്പക്കാരുടെയും ഭയം, നല്ല ക്രിസ്ത്യാനിയായി ജീവിച്ചാൽ അവൻ്റെ സ്വാതന്ത്ര്യം പോകുമെന്നാണ്, അവൻ്റെ സുഖങ്ങൾ പോകുമെന്നാണ്, അവൻ്റെ സന്തോഷം പോകുമെന്നാണ്, അവൻ്റെ സൗഹൃദങ്ങൾ പോകുമെന്നാണ്. ഒന്നും പോകുന്നില്ല. ഈ കാലഘട്ടത്തിലെ വിശുദ്ധ കാർലോ അക്കുത്തീസ് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഡിജിറ്റൽ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ട് നിനക്ക് ഒരു നല്ല വിശുദ്ധനാകാനായിട്ട് സാധിക്കും. നല്ല സൗഹൃദങ്ങളും നല്ല പ്രവർത്തനങ്ങളും ഒക്കെയായി ഒരു സന്തോഷവും കളയാതെ യഥാർത്ഥമായ സന്തോഷത്തിൽ നിലനിന്നുകൊണ്ട് നിനക്ക് വിശുദ്ധനാകാനായിട്ട് സാധിക്കും. വിശുദ്ധനായി ജീവിക്കുമ്പോൾ നിന്റെ സ്വാതന്ത്ര്യം ഒന്നും നഷ്ടപ്പെടുന്നില്ല. ആ യഥാർത്ഥമായ സ്വാതന്ത്ര്യത്തിലേക്ക് നീ കടന്നു വരിക മാത്രമേ ഉള്ളൂ. ഞായറാഴ്ച പള്ളിയിൽ വരുന്നത് വലിയ ഭാരമായിട്ട് കരുതുന്ന ചെറുപ്പക്കാർ നമുക്കുണ്ട്. ഞായറാഴ്ച പള്ളിയിൽ വരുന്നത്
നമ്മളെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തിന് സ്നേഹത്തോടെ നന്ദി പറയാൻ വേണ്ടിയിട്ടാണ്. അത് ഭാരപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയല്ല, അതൊരു സ്നേഹത്തിൻ്റെ പ്രവൃത്തിയാണ്. ഓരോ ദിവസവും കുടുംബ പ്രാർത്ഥനയ്ക്കായിട്ട് 15 മിനിറ്റ് എടുക്കുന്നത് വലിയ ഭാരമായിട്ട് കരുതുന്ന ഒത്തിരി പേരുണ്ട്. 24 മണിക്കൂർ 7 ദിവസം 1 മിനിറ്റ് പോലും തിരിച്ചു ചോദിക്കാതെ നമുക്ക് തരുന്ന ദൈവത്തിന് നന്ദി പറയാൻ 15 മിനിറ്റ് സമയം ഓരോ ദിവസവും കൊടുക്കുന്നത് ഒരിക്കലും ഒരു ഭാരമല്ല, അത് സ്നേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നുള്ളൊരു പ്രവർത്തനമാണ്. നമ്മൾ ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കുമ്പോൾ എല്ലാവരോടും നന്ദിയുള്ളവരാകാനായിട്ട് നമ്മൾ പഠിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ ഏകരക്ഷകനാണെന്നും രക്ഷയെന്ന് പറയുന്നത് പാപത്തിൽ നിന്നുള്ള മോചനമാണെന്നും സ്വർഗപ്രാപ്തിയാണെന്നുമൊക്കെയുള്ള അടിസ്ഥാന ബോധ്യങ്ങൾ ഈ ക്രിസ്മസ് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചോദിക്കും, ഈശോയെ രക്ഷകനായിട്ട് അംഗീകരിക്കാത്തവർ രക്ഷിക്കപ്പെടുവോ? അവിടെയും നമ്മുടെ ഉത്തരം, അവൻ ആരും നശിച്ചു പോകാൻ അവൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ആരും നശിച്ചു പോകാൻ പിതാവ് ആഗ്രഹിക്കുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ എല്ലാവരും രക്ഷിക്കപ്പെടുവോ? ആരും നശിച്ചു പോകാൻ ആഗ്രഹിക്കാത്ത ദൈവം എല്ലാവരെയും രക്ഷിക്കും. അവരെ രക്ഷിക്കാൻ ദൈവത്തിന് മറ്റു വഴികളുണ്ടായിരിക്കും, നമുക്കത് അറിയില്ല. ഈ ലോക ജീവിതത്തിലായിരിക്കുമ്പോൾ നമ്മളൊക്കെ മനുഷ്യരാണ്. നമ്മുടെ ബുദ്ധി കൊണ്ട് ദൈവത്തിൻ്റെ പദ്ധതി മുഴുവനൊന്നും നമുക്കറിയില്ല. കർത്താവ് ഈശോ മിശിഹായിൽ വിശ്വസിക്കാത്തവര് രക്ഷിക്കപ്പെടുമെന്ന് നമുക്കറിയാം, പക്ഷെ അതിൻ്റെ മാർഗം നമുക്കറിയില്ല. ദൈവത്തിന് അവരെ രക്ഷിക്കാൻ വേറെ മാർഗങ്ങൾ കാണും. പക്ഷേ വെളിപ്പെടുത്തപ്പെട്ട ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അത് ഈശോ മിശിഹായാണ്. വെളിപ്പെടുത്തപ്പെട്ട നമ്മുടെ രക്ഷയ്ക്കായി ഈ ഭൂമിയിൽ വെളിപ്പെടുത്തപ്പെട്ട ഒരേ ഒരു മാർഗമേ ഉള്ളൂ, അത് ഈശോ മിശിഹായാണ്. വെളിപ്പെടുത്തപ്പെട്ട മാർഗമുള്ളപ്പോൾ നമ്മൾ എന്തിനാണ് വെളിപ്പെടാത്ത മാർഗങ്ങളുടെ പിന്നാലെ നടക്കുന്നത്? കൃത്യമായ വഴികൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു കിടക്കുമ്പോൾ നമ്മൾ എന്തിനാണ് അവ്യക്തമായ വഴികളിലൂടെ യാത്ര ചെയ്യുന്നത്? ഈശോ മിശിഹ എന്ന ഏക വ്യക്തിയിൽ നിങ്ങൾ വിശ്വസിക്കൂ. അവിടുന്ന് നിങ്ങളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടുന്ന് നിങ്ങൾക്ക് നിത്യജീവൻ നൽകുന്നു. അവിടുന്നുമായി ഐക്യപ്പെട്ട് ജീവിക്കുമ്പോൾ നമ്മൾ ഈ ലോക ജീവിതത്തിൽ തന്നെ ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരികയാണ്. അങ്ങനെയാണെങ്കിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ജനിച്ച് മരിച്ച് ഉദ്ധാനം ചെയ്ത പോയ ഈശോ മിശിഹായെ ഇന്ന് എനിക്ക് എവിടെയാണ് അനുഭവിക്കാനായിട്ട് സാധിക്കുന്നത്? എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത് സഭയിലാണ്. സഭയിലാണ് ഈശോയെ എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. പലപ്പോഴും നമ്മൾ ഈശോയെ ഇന്ന് എവിടെ കാണാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും, എൻ്റെ ഹൃദയത്തിലുണ്ട്, ലോകത്ത് മുഴുവനുണ്ട്, പ്രപഞ്ചത്തിലുണ്ട്, പൂവിലുണ്ട്, പുഷ്പത്തിലുണ്ട്, അല്ലെങ്കിൽ പ്രകൃതിയിലുണ്ട്. പക്ഷേ ഒരു വിശ്വാസി പറയേണ്ട ഉത്തരം, ഈശോ മിശിഹ ഇന്ന് എവിടെയുണ്ട്? സഭയിലുണ്ട്. ഇതാരാണ് പറയുന്നത്? പൗലോസ് അപ്പസ്തോലൻ തന്നെ. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 23-ാമത്തെ വാക്യത്തിൽ പൗലോസ് അപ്പസ്തോലൻ ഇപ്രകാരം എഴുതുന്നുണ്ട്: ഇത് അവൻ്റെ ശരീരമാണ്, എല്ലാറ്റിലും എല്ലാം പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയാണ്. സഭയെക്കുറിച്ച് പറയുകയാണ്. 22-ാമത്തെ വാക്യത്തിൽ അവിടുന്ന് എല്ലാറ്റിനെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും അവനെ എല്ലാറ്റിനും മേൽ ശിരസായി സഭയ്ക്ക് നൽകുകയും ചെയ്തു. സഭയുടെ ശിരസ് മിശിഹായാണ്. ഇത് അവൻ്റെ ശരീരമാണ്. സഭ അവൻ്റെ ശരീരമാണ്. ശിരസ് ആരാണ്? മിശിഹായാണ്. എല്ലാറ്റിലും എല്ലാം പൂർത്തിയാക്കുന്ന അവൻ്റെ പൂർണ്ണതയുമാണ്. കൊളോസ്യ ലേഖനം 1-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യത്തിൽ അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസാണ്. അവൻ എല്ലാറ്റിൻ്റെയും ആരംഭവും മരിച്ചവരിൽ നിന്നുള്ള ആദ്യ ജാതനുമാണ്. അവൻ സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസാണ്. സഭയാകുന്ന ശരീരത്തിൻ്റെ ശിരസാണ് നമ്മുടെ കർത്താവ്. ശരീരം എന്നാണ്, സഭയാണ്. അപ്പോൾ ഈശോയെ ഇന്ന് എവിടെയാണ് കാണാൻ പറ്റുക? സഭയിലാണ്. സഭയുടെ ശിരസ് കർത്താവാണ്. സഭയ്ക്ക് മാനുഷികമായ പരിമിതികളും കുറവുകളും പാപങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതിന് വിശുദ്ധി നൽകുന്നത് ശിരസായ മിശിഹായുടെ സാന്നിധ്യമാണ്. അതുകൊണ്ടാണ് സഭ വിശുദ്ധമാണെന്ന് നമ്മൾ പറയുന്നത്. സഭയിൽ മാനുഷികമായ ഘടനകളും ദൈവികമായ ഘടകങ്ങളുമുണ്ട്. മാനുഷികമായ ഘടകങ്ങളിൽ ചിലപ്പോൾ പാപം വരാം,
ചിലപ്പോൾ പോരായ്മകൾ, അപൂർണതകളൊക്കെ വരാം. പക്ഷേ നിരന്തരമായിട്ട് ഈ സഭയ്ക്ക് വിശുദ്ധി നൽകിക്കൊണ്ടിരിക്കുന്നത് മിശിഹായാകുന്ന അവളുടെ ശിരസ്സാണ്. ആ ശിരസ്സുമായിട്ട് ഐക്യപ്പെട്ടിരിക്കുന്നിടത്തോളം സഭയും വിശുദ്ധമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈശോ മിശിഹായെ നമുക്ക് എവിടെയാണ് കണ്ടെത്താനായിട്ട് സാധിക്കുക? സഭയിലാണ്. സഭ അവൻ്റെ ശരീരമാണ്. സഭയിൽ ഈശോ മിശിഹായെ കണ്ടെത്താൻ സാധിക്കുന്നത് എങ്ങനെയാണ്? കൂദാശകളിലൂടെയാണ്. 7 കൂദാശകളിലൂടെയും എനിക്ക് എൻ്റെ ഈശോയെ തൊട്ടറിയാം. കൈവെപ്പിലൂടെ, തൈലാഭിഷേകത്തിലൂടെ, എൻ്റെ നാവിലലിയുന്ന കുഞ്ഞപ്പമായി എൻ്റെ ഈശോയെ എനിക്ക് തൊട്ടറിയാം. എൻ്റെ ദൈവമേ, ഇത്രയും സൗഭാഗ്യം നീ ഞങ്ങൾക്ക് നൽകുവാൻ ഞങ്ങൾക്ക് എന്ത് യോഗ്യതയുണ്ട്? ഈ ഭൂമിയിൽ ഇത്രമേൽ എന്നെ സ്നേഹിക്കാൻ ഞാൻ ആരാണ് എൻ്റെ ദൈവമേ? എൻ്റെ ജീവിതത്തിൽ എനിക്കിന്ന് ഈശോയെ അനുഭവിക്കാൻ സാധിക്കത്തക്ക രീതിയിൽ എൻ്റെ കർത്താവ് എനിക്കായി 7 കൂദാശകൾ ക്രമീകരിച്ചിരിക്കുകയാണ്. അഗാധമായ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണത്. അതുകൊണ്ട് രക്ഷകനായ ഈശോയെ നമ്മൾ ഇന്ന് കണ്ടെത്തേണ്ടത് സഭയിലാണ്. പരിശുദ്ധ അമ്മ സഭയിലേക്ക് നമ്മളെ നയിക്കുന്ന വ്യക്തിയാണല്ലോ. സഭയുടെ ജനനത്തിൽ പരിശുദ്ധ അമ്മയുണ്ട്. പരിശുദ്ധ അമ്മയെ സഹരക്ഷക എന്നൊക്കെ വിളിക്കുന്നത് പരിശുദ്ധ അമ്മയ്ക്ക് തന്നെയാണ് ഏറ്റവും സങ്കടം. കാരണം മകൻ്റെ വളരെ അനന്യമായ ആ സ്ഥാനത്തിന് കുറവ് വരുന്നല്ലോ എന്നുള്ളതാണ്. നമുക്കറിയാം, ജപമാല പ്രാർത്ഥന അതുപോലും എന്താണ്? മിശിഹാ രഹസ്യത്തിൻ്റെ ധ്യാനമാണ്. ഓരോ രഹസ്യവും മിശിഹാ രഹസ്യത്തിൻ്റെ ധ്യാനമാണ്. അമ്മയോടൊപ്പം നമ്മൾ മിശിഹാ രഹസ്യം ധ്യാനിക്കുകയാണ്. അതാണ് ജപമാല പ്രാർത്ഥന. ഇതൊന്നും വേണ്ടെന്നോ ഇതൊന്നും കുഴപ്പമാണെന്നോ ഒന്നുമല്ല സഭ പറയുന്നത്. ഈശോ മിശിഹായാണ് ഏകരക്ഷകൻ എന്ന അടിസ്ഥാന പ്രബോധനത്തിൽ വെള്ളം ചേർക്കരുത്. ഈ ക്രിസ്മസ് കാലത്തിൽ നമ്മുടെ കർത്താവിൻ്റെ രക്ഷയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് അവിടുത്തെ രക്ഷകനായിട്ട് ഏറ്റുപറയാൻ, ആരുടെയും മുമ്പിൽ ഏറ്റുപറയാനുള്ള ഒരു ധൈര്യം ആർജിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആ ധൈര്യം നഷ്ടപ്പെട്ടു പോയി. നമ്മളെല്ലാവരോടും സമരസപ്പെട്ടു, എല്ലാവരോടും കോംപ്രമൈസിലായി. അങ്ങനെ നമുക്കൊരു മതം അവർക്കൊരു മതം എന്നുള്ള രീതിയിൽ നമ്മളങ്ങ് ജീവിച്ചു പോകുന്നു എന്നുള്ളതല്ലാതെ ഏകരക്ഷകനായ ഈശോ മിശിഹായെ ഈ ലോകത്തിന് കൊടുക്കാനുള്ള എന്നുള്ള ഒരു ചിന്ത, അത് നമ്മളെ ഓരോരുത്തരെയും നിരന്തരമായിട്ട് അസ്വസ്ഥപ്പെടുത്തേണ്ടതാണ്. നമ്മളങ്ങനെ സുഖകരമായി ക്രൈസ്തവരായിട്ട് ജീവിച്ചു പോയാൽ പോരാ. ഈശോയെ പറയുവാൻ, രക്ഷകനായ ഈശോയെ അനേകർക്ക് കൊടുക്കുവാൻ എനിക്കും കടമയുണ്ട് എന്നുള്ളൊരു വലിയ ബോധ്യത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരേണ്ടതായിട്ടുണ്ട്. ഈ ക്രിസ്മസ് ദിനം അതിന് നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ക്രിസ്മസ് നമുക്കൊത്തിരി സന്തോഷങ്ങൾ നൽകുമ്പോഴും അതിൻ്റെ ഉൾക്കാമ്പ് മറന്നു പോകാതെ ഈ ആഘോഷങ്ങളിലൂടെ കടന്നു പോകാൻ നമുക്ക് സാധിക്കട്ടെ. രക്ഷകനായ ഈശോയെ ഓരോ ദിവസവും കഴിയുന്തോറും കൂടുതൽ കൂടുതൽ മനസ്സിലാക്കാനും അവിടുത്തോട് ഐക്യപ്പെട്ട് ജീവിക്കുവാനും ഈ ദിവസം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.